ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ്. നമ്മുടെ വണ്ടി മേടിച്ചതും സർവീസും കഴിഞ്ഞ് ആരെയും കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? നമ്മളെ എവിടെ പോവാ രാത്രിയിൽ? നമുക്കൊരു ചായ കുടിക്കാൻ തോന്നി. ഹോം മെയ്ഡ് അല്ലാത്തൊരു ചായ. ഇപ്പം ശരിക്കും നിങ്ങൾ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെട്ടമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇപ്പം സമയം എത്രയെന്ന് പറയട്ടെ? 9 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ സിറ്റിയിൽ നിന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാറിയാണല്ലേ? 1 മണിക്കൂർ മാറിയാ. അപ്പോൾ നമുക്ക് സിറ്റിയിലാണ് അറിയാൻ പെട്ടെന്ന് കോഫി കുടിക്കാൻ പോകുന്നൊക്കെ സ്ഥലങ്ങളുണ്ട്. ഈ സിറ്റിയിൽ നിന്ന് 1 മണിക്കൂർ മാറിയുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഫി കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ എവിടെ പോകണം ഞങ്ങളിങ്ങനെ തപ്പിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടു അല്ലേ? നാട്ടിൽ മറ്റേ തട്ടുകടയിൽ പോയി നാട്ടിൽ ഞങ്ങൾ പണ്ട് ഫുഡൊക്കെ കഴിച്ച് തട്ടുകടയിൽ കോഫി കുടിക്കാൻ വേണ്ടി പോയായിരുന്നു. കോഫി ചായയൊക്കെ ആ വൈബ് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പം അതെ നമ്മൾ കോഫി കിട്ടുന്ന ഒരു സ്ഥലം കണ്ടു. മഗ്ഡി കിട്ടും കേട്ടോ 24/7. പക്ഷേ ആ ഒരു അത് ഡ്രൈവ് ത്രൂ പോയി മേടിച്ച് 12 മണി വരെ ഉള്ള അവിടെ അകത്ത് കയറി. ഇതല്ലാതെ ഒരു വൈബിന് പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത്. ഈ വഴി കിടന്ന് പോവുകയും ചെയ്യാമല്ലോ. ചായയാണ് നമുക്ക് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ചായ വേറെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോഫി കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാം. പോകുന്ന വഴി അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ? എന്തായാലും പോയി നോക്കാം. കോഫി കിട്ടുമെന്ന് അറിയണമല്ലോ. വാ. ഇപ്പൊ 9:15 ഇപ്പോഴും ഒരു 6 മണിയുടെ വെട്ടമുണ്ട്. വെട്ടമുണ്ട്. എന്നാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളെ അത്ര ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ടോർച്ച് അടിച്ച് നോക്കണ്ടേ? എന്തായാലും രാത്രി കാപ്പി കുടിക്കാൻ പോകുമ്പോഴേക്ക് ഇരുട്ടായിരിക്കുമല്ലോ. നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗ് എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ വീടുകളെല്ലാം നല്ല വെട്ടമുണ്ടല്ലോ. അത് മറ്റേ ഇവിടെ കുറച്ച് ഡിസ്പ്ലേ. ഇവിടുത്തെ കോഫി ഷോപ്പാട്ടോ. ഇത് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു കോഫി ഷോപ്പാണ്. പക്ഷേ എപ്പോൾ നോക്കിയാലും അടച്ചിട്ടേക്കാണ്. ഞങ്ങൾ വരുമ്പോൾ അടച്ചിട്ടേക്കുക. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ അടച്ചിടും, ഞങ്ങൾ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അടച്ചിടും. അതിനിടയ്ക്കുള്ള സമയത്ത് അവർ തുറക്കുന്നത്. ഇപ്പം നല്ല വെട്ടമുണ്ടല്ലേ 9 മണിയായിട്ടും. അപ്പോൾ നമ്മൾ എന്നും പറയാറുള്ള പോലെ നമ്മുടെ കുറച്ച് അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇനി വേണം നമുക്ക് കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ. കഴിഞ്ഞ 1 വർഷമായിട്ട് എല്ലാവരോടും പറയുന്നതാണല്ലേ. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്ത് പോവാം. മെസ്സിനെ കാണുന്നില്ല മെസ്സ, മൊത്തം ഇരുട്ട്. അടിപൊളി. ഇവിടെ ഫുള്ള് ഡിസ്പ്ലേ ഹോംസ് ആണ്. ഈ സൈഡിൽ കാണുന്ന മൊത്തം ഫുള്ള് ഡിസ്പ്ലേ ഹോംസ് അല്ലേ? നമ്മുടെ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഹോംസ് അറിയത്തില്ലാത്തവർക്ക് എന്താണ് നമ്മുടെ ഡിസ്പ്ലേ ഹോംസ് നമുക്കറിയാം എന്താണ്? അല്ല, മറ്റേ ഫുൾ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അതിനകത്തെല്ലാം പ്രീമിയം ഇൻക്ലൂഷൻസ് ആയിരിക്കും. മറ്റേ നമ്മളിപ്പോൾ വീട് പണിയുമ്പം നമുക്ക് നോർമൽ ഇതിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് സാധനങ്ങളായിരിക്കും. മറ്റേ അതിന്റെ ഹയർ ലെവലിലുള്ള അങ്ങനെയല്ല. വീട് കൊടുക്കാൻ വേണ്ടി പോകുന്നവര് വാങ്ങിക്കേണ്ടവർക്ക് അതിന്റെ ഒരു മോഡൽ കാണിക്കുമല്ലേ? ആ മോഡൽ എന്ന് പറയുന്നത് ഇവര് ശരിക്കുള്ള വീടാണ് പണിയുന്നത് അല്ലേ? അതാണ് ഡിസ്പ്ലേ ഹോം. കുറച്ച് കഴിയുമ്പോൾ അവരത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ മോഡലിൽ തന്നെയുള്ള അവർ പണിത് കൊടുക്കും. ആ മോഡലിൽ തന്നെ പണിതുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മോഡൽ കണ്ടാൽ മതി. അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മുടെ ഐക്യയിലൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കാണുന്ന പോലെ അതിനകത്തെല്ലാം പ്രീമിയം ഇൻക്ലൂഷൻസ് ആയിരിക്കും. അങ്ങനെയല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ് എനിക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയ. ഇപ്പൊ ഒരു ടാപ്പ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടാപ്പ് ഉണ്ടാവും, പ്രീമിയം ടാപ്പ് ഉണ്ടാവും. അതിനകത്തെല്ലാം പ്രീമിയം ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഡിസ്പ്ലേ ഹോം. പോയി കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ ഇരിക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു സമയം കയറാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡിസ്പ്ലേ ഹോമിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലും അതിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അതുപോലത്തെ വീട് പണിയിപ്പിക്കാം അല്ലേ? വാങ്ങിക്കാനും പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അറിയാവുന്നവർ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കമ്പനി തരണം. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ആ ഏരിയ ഫുള്ള് ലൈറ്റ്. അതിനകത്തെല്ലാം ഫുൾ അറേഞ്ച്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ വണ്ടികളും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. മാപ്പ് കാണിച്ച വഴിയൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഏതൊക്കെയോ വഴി കൂടെ പോകുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ കാണിക്കുന്നത്? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കഫേ ഈ വഴിയായിരുന്നു. ഇത് വേറെ ഏതൊക്കെയോ വഴിയാണോ കാണിക്കുന്നത്? ഓ, ഇത് റൗണ്ട് അബൌട്ട് എടുത്ത് തിരിച്ച് കാണിക്കുന്നത്. ഇത് റൗണ്ട് അബൌട്ട് തിരിച്ചു വരാനാണ് കാണിക്കുന്നത് ഈ കഫേയിലേക്ക്. ചന്ദ്രൻ ഫുൾ ഫ്ലെഡ്ജിൽ നിൽക്കുന്നു. അടിപൊളി, നല്ല ഫുള്ളായിട്ട് കാണാം. ഫുൾ മുണ്ടയാണെന്ന്. നല്ല രസമുണ്ടല്ലോ കാണാൻ. കുറെ നാൾ കൂടിയല്ലേ നമ്മളൊരു നൈറ്റ് ഡ്രൈവ് പോകുന്നേ? കുറെ നാൾ കൂടിയാണോ? അടുത്തിടയ്ക്കൊന്നും നമ്മൾ നൈറ്റ് ഡ്രൈവ് പോയിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കഫേയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും പോയി നോക്കാം. 2 minutes എന്ന് കാണിച്ചു.
എനിക്ക് തോന്നുന്നു നമ്മുടെ പോകുന്ന വഴിയിലുള്ളൊരു കഫേ അത്. അത് തന്നെയാണ് ഇതെന്നാണ് ജനോട് പറയുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതത് തന്നെയാണ്. കാരണം നമ്മൾ മെയിൻ റോഡുകളല്ലേ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി കാട്ടിനകത്തുള്ള ഓർമ്മയായിരുന്നു. പക്ഷെ അത് മാപ്പിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. അന്ന് ആദ്യമായിട്ട് നോക്കിയപ്പോൾ അതാ കാണിച്ചത്. ഇതത് തന്നെയാണ്. ഇതത് തന്നെയാണ്. എത്തി അവിടെ പോയി നോക്കാം. വാ. അതാ നമ്മളൊരു കാടിന്റെ ഫീലുള്ള സ്ഥലത്തൂടെ പോകും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെട്ടമുള്ളിടത്തൊരു കഫേ കണ്ടു. അതൊരു രസമില്ലാത്തതുകൊണ്ട് കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് എങ്ങോട്ടേലും, കാര്യം 10 മിനിറ്റേ ഉള്ളൂ, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് കാടൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും കഫേ ഉണ്ടെന്നൊക്കെ അങ്ങോട്ട് പോവുക. അപ്പുറത്ത് ഭയങ്കര തിരക്ക്, പെട്രോൾ പമ്പ് കൂടിയായിരുന്നു, അവിടെ ഭയങ്കര ആൾക്കാരാണ്. അപ്പോൾ ഒരു രസമില്ല. പിന്നെ നമുക്ക് പോയി നോക്കാം. വാ. അടുത്തടുത്ത് പോയി നോക്കാം. ഏത് കാട്ടിലേക്കാണോ പോകുന്നത് അറിയത്തില്ല. തൊട്ടടുത്താണ്, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. വാ. ഇവിടെ എല്ലായിടത്തും മറ്റേ സ്ട്രീറ്റ് ലാമ്പ് ഉണ്ടല്ലോ. അതെ, ഞാൻ ഉദ്ദേശിച്ച സ്ഥലമൊന്നും അല്ലെന്ന് തോന്നുന്നില്ല. ഒന്നും കാറില്ല. ഏതോ കാട്ടി കൊണ്ടുപോയി കാപ്പി തരാന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് ഇപ്പൊ വണ്ടിക്കകത്താ മൊത്തം ഇരുട്ടും കാടും. വഴി മൊത്തം വണ്ടികളും തിരക്കും വെട്ടവും. പക്ഷെ കുറച്ചുകൂടെ ചെറിയ റോഡാ, ശ്രദ്ധിച്ചോ? ഇത്ര നേരം പോയത്തെ വലിയ റോഡൊന്നും അല്ല. കണ്ടില്ലേ, കുറച്ച് ബമ്പി റോഡ്. ഇപ്പോഴും മറ്റേ ഫുള്ള് ഇതായിട്ടില്ല, ഡാർക്ക് ആയിട്ടില്ല. കണ്ടോ, ഇപ്പൊ ഒരു കാടിന്റെ ഫീലില്ലേ? ഇനി കാടിന്റെ ഫീൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാപ്പി കുടിച്ചിട്ട് നമുക്ക് പിന്നെയും കാടുള്ളതൊക്കെ ഇച്ചിരി പോയി നോക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഈ വണ്ടിക്കാരെല്ലാം കാപ്പി കുടിക്കാൻ പോകുന്നതാണോ? അവരൊക്കെ വീട്ടിൽ പോകുന്നതായിരിക്കും ജോലിയും കഴിഞ്ഞ്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് അത് തന്നെ. ഇതല്ലേ ഇത് തന്നെ. ഇതിനകത്തേക്കുള്ള എൻട്രൻസ് ഏത് വഴിയാണ്? അപ്പുറത്ത് വഴി. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, തിരക്കൊന്നും ഇല്ലാത്തൊരു കഫേ ഉണ്ടെന്ന് ഇവിടെ. ഒരു വണ്ടിക്കാരുണ്ട്. നോ എൻട്രി ഇവിടെ. അതിലെ കയറത്തില്ല. ഓക്കെ, ഞാൻ അവിടെ തിരിച്ചിട്ട് വരാം. പാർക്കിംഗ് സ്ഥലമുള്ളേ അതിന്റെ ഫ്രണ്ടില് അവിടെ ഉണ്ടല്ലേ? പക്ഷേ വീൽ ചെയർ നമുക്ക് പാർക്ക് ചെയ്യണ്ട. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. ഇതെല്ലാം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. ഈ കഫേ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും കേട്ടോ. ഇത് നമ്മളെ BP ഫ്യൂവൽ സ്റ്റേഷൻ്റെ കൂടെയുള്ള അവരുടെ തന്നെ കോഫി ഷോപ്പും അല്ലേ, ചെറിയൊരു കഫേ. കോഫി സ്നാക്സ് മാത്രമല്ല ഉള്ളൂ, അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ കണ്ടോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആ മറ്റേ വണ്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഓണറുടെ വണ്ടിയാണ്, നല്ല ആ സ്റ്റാഫിന്റെ വണ്ടിയാണ്. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്കകത്ത് പോയി കോഫി പറയാം. ഇവിടുത്തെ സെറ്റപ്പ് കണ്ടോ, ഇതിപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലമല്ലേ. അപ്പോൾ സ്റ്റാഫിൻ്റെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഈ ടൈം ഒരു സമയം കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. നൈറ്റ് പേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവമുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പറയുന്ന സാധനം എടുത്ത് അവിടെ തരും. പക്ഷേ ഫുള്ള് ഡോറെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. കടയ്ക്കകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു വെറൈറ്റി സംഭവമാണെന്ന്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ കുറഞ്ഞൊരു ഏരിയ അല്ലേ. ഇല്ല, അകത്ത് കയറാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാം, എന്നിട്ട് പുറത്ത് വന്നിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയാണ് എൻ്റെ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി അകത്ത് പോയി പറഞ്ഞു നോക്കിയിട്ട് വാ. ഇതാണ് കേട്ടോ ഈ കഫേ. ഓസ്ട്രേലിയയിലെ പോപ്പുലറാണ്. നമ്മുടെ BP ഫ്യൂവൽ സ്റ്റേഷനോടുള്ള കഫേയാണത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് 24/7 ആണ് കേട്ടോ. നമുക്ക് രാത്രി എപ്പം വേണമെങ്കിലും വരാം. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 10 മണിയോ 11 മണിയോ കഴിഞ്ഞിട്ട് മാത്രമേ പുറത്ത് നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അകത്ത് കയറണം കേട്ടോ. പുറത്ത് സ്റ്റാഫ് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. കോഫി, ഷേക്ക് എന്ന് വേണ്ട ഒരു മിനി സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ മാർക്കറ്റല്ല, എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പ്രസ്ഥാനമാണ് ഇത്. ഈ അടുത്തുള്ള BPയിലെ എല്ലാ ഫ്യൂവൽ സ്റ്റേഷനിലും ഉണ്ട് കേട്ടോ ഈ കഫേ. വൈകിട്ടൊക്കെ നമുക്കൊരു കോഫി കുടിക്കണമെങ്കിൽ ഇങ്ങോട്ട് ചാടിയാൽ മതി. എന്താണ് നമ്മളെ കറങ്ങി കിടക്കുന്നത്? വനില ഷേക്ക് ഇല്ലല്ലേ? വനില ഷേക്ക് ഇല്ലല്ലേ? എന്താ പറഞ്ഞു? സ്ട്രോബെറി ഷേക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല. അതുകൊണ്ടോ? അതുകൊണ്ട് ഞാൻ ഐസ്ഡ് വനില ലാറ്റെ പറഞ്ഞു. അത് വനില ഫ്ലേവർ ആണല്ലോ അല്ലേ? പക്ഷെ ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതുവരെ ഇവിടുത്തെ കഫേയിൽ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ 2 പ്രോട്ടീൻ ഷേക്ക് കൂടെ മേടിച്ചു. ഇടയ്ക്ക് കഴിക്കാമല്ലോ, ഇപ്പോൾ കഴിക്കാനല്ല കേട്ടോ. ഇല്ലേ, അവർക്ക് രാത്രിയിൽ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നല്ലേ. ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളായിരുന്നു.
പക്ഷെ ആ പുള്ളിക്കാരൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരോ ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ വൈഫും കണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നി അവിടെ. ആ ഇതാണ് ചെറുമുള്ള ഐസ്ഡ് മൈനലായിട്ട് ഇതെൻ്റെ കോഫി, ഒരു സ്മോൾ ഫ്ലാറ്റ് വൈറ്റ് അല്ലേ. ഈ രണ്ട് സാധനം ഞാൻ നാളത്തേനല്ല പിന്നെ കഴിക്കാൻ വാങ്ങിച്ചത്. കയ്പായിരിക്കും എനിക്ക് തോന്നുന്നു. കയ്പായിരിക്കുമോ? കയ്പായിരിക്കും, കുറച്ച് മൈൻഡ ഫ്ലേവർ ആയിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ മറ്റേ ഐസ്ക്രീം കൂടെ ഉള്ളതിനാ മധുരമുള്ള. ഇത് പ്രത്യേക തരം സ്ട്രോ ആണല്ലോ ഇത്. കൊള്ളാലോ. ഇത് താഴെ ആയിരിക്കും അല്ലേ? ആയിരിക്കാം അല്ലേ? കൊള്ളാം ചെറുമോളെ, നല്ല കയ്പുള്ള കോഫിയാണ്. ആണോ? നല്ല സ്ട്രോങ് ആണ്, ഇഷ്ടപ്പെട്ടു. എൻ്റെ നല്ല കേട്ടോ. നല്ലതാണോ? ആ മറ്റേ ഐസ്ക്രീം ഞാൻ വിചാരിച്ചു ഐസ്ക്രീം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളായിരിക്കും. ഇത് നല്ല കോഫിയാണ്. നല്ല കോഫിയാണ്, വനില ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല കോഫിയാണ്, അടിപൊളി. കൊള്ളാം. ഇനി ഇടയ്ക്കൂടെ വരുമോ? ആ പക്ഷെ നല്ല മറ്റേ നമ്മുടെ അടുത്തത്തെ അവിടെ പോലെ അത്ര റഷ് ഒന്നും ഇല്ല. ഒതുങ്ങിയ ഒരു സ്ഥലത്ത് തിരക്കേ ഇല്ല, ആരുമില്ല. ഞാനതാ പറഞ്ഞു, ഇത് തപ്പി ഞങ്ങൾ നടന്നേ. ആദ്യം നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ച് നമ്മുടെ അടുത്തുള്ള തിരക്കുള്ള സ്ഥലത്തായിരുന്നു അല്ലേ. ഇത് നല്ല. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ നല്ലൊരു ഓപ്ഷനാണ് വൈകിട്ട് ഒന്ന് കോഫി കുടിക്കാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലേ. നല്ല സ്നാക്സ് അങ്ങനെ കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങളുണ്ട്. ഇവരുടെ മെനു എന്ത് ചെയ്യുള്ളേ? എനിക്ക് തോന്നിട്ട് 12 കഴിഞ്ഞാൽ പിന്നെ എമർജൻസി അതായിരിക്കും. എനിക്ക് 12 അല്ല, 10-11 മണി. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നെ ഇതിനകത്ത് കയറ്റിയില്ല. ആണോ? പുറത്ത് നമ്മൾ പ്രീപെയ്ഡ് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് എത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയി പെട്രോൾ അടിക്കാം. അങ്ങനെയായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു അല്ലേ. എന്താ അല്ലേ, ആളും മനുഷ്യരും ഒന്നുമില്ലല്ലേ നമ്മളെ. നമ്മൾ രണ്ടും ഒരു കഫേയും ഒരു പെട്രോൾ പമ്പും. അതെ. തൊട്ടപ്പുറത്ത് നല്ല തിരക്കല്ലായിരുന്നു. ആ അവിടെയാണ് പള്ളിപ്പെരുന്നാൾ പോലെയായിരുന്നു വെട്ടം. നമ്മളെ കുറച്ച് നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ, അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാമെന്നാണ്. അതിൻ്റെ കൂടെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഉള്ളവരെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കണ്ടില്ലേ, നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സൈഡിലേക്ക് വലിയ തിരക്കൊന്നുമില്ല. ശാന്തമായിട്ടൊന്ന് കോഫി കുടിക്കേണ്ടവർ കുടിച്ചിട്ട് പോകാം അല്ലേ. ഇപ്പോൾ പാതിരാത്രിയിലാണെങ്കിലും നമുക്ക് വരാമല്ലോ. ഒരു രസമല്ലേ ഒരു ഡ്രൈവ്. തിരക്കൊന്നുമില്ല. ഇപ്പം മഗ്ഡിയൊക്കെ ആണെങ്കിലും ഫുൾ എപ്പോഴും തിരക്കല്ലേ. ഇതിപ്പോൾ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞ് കാമായിട്ടൊന്നൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകണം. കോഫി എന്നല്ല, എല്ലാം ഉണ്ടല്ലോ ഇവിടെ. വേറെ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു രസമാണ് വൈകിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ. കുറച്ച് കാമാൻ ക്വയറ്റായിട്ട് ഇവിടെയൊക്കെ എൻജോയ് ചെയ്തൊന്ന് കോഫി കുടിക്കണമെങ്കിൽ. വഴിക്കണല്ലോ വണ്ടികളൊക്കെ കുറവാട്ടോ. തിരിച്ചു പോകുമ്പോൾ കങ്കാരൂസൊക്കെ നമുക്ക് മുമ്പിൽ കൂടെ ചാടുവാണെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. ഞാൻ കണ്ടായിരുന്നല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് ഒരു ദിവസം ലേറ്റ് ആയിട്ട് പോയിട്ട് 11 മണിക്ക് തിരിച്ചു വന്ന് വിളിക്കാണ്ടേ വഴി കണ്ടല്ലേ കുറേമാർ എൻ്റെ മുമ്പിലേക്ക് വന്ന് ചാടി. ഇതാണ് ഇവിടുത്തെ ആ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ. നമ്മൾ തന്നെയാണ് അടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുക, അടിക്കാമല്ല, നമ്മളെ ഫ്യൂവൽ അടിക്കുക, സ്വൈപ്പ് ചെയ്യുക, പോവുക, അങ്ങനെയാണ്. പക്ഷേ നൈറ്റ് 11 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രീപെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ക്യാഷ് കൊടുത്ത് എമൗണ്ട് കൊടുത്തിട്ട് എത്ര രൂപയ്ക്ക് അടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് പോകണം. ചെറിയ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വൈബ് പ്ലീസ്. ചന്ദ്രൻ ഓട്ടയ്ക്കകത്തൂടെ. ശരിയാണല്ലോ, അത് ഓട്ടയല്ല, അത് മൂൺ റൂഫാണ്. സൺഡേ കാണുമ്പോൾ സൺ റൂഫ്, മൂണിനെ കാണുമ്പോൾ മൂൺ റൂഫ്. അപ്പം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഓ അങ്ങനെയായിരുന്നു പറയുന്നേ. നൈറ്റില് മൂൺ റൂഫ് എന്നാണ് ഇതിനെ പറയുന്നത്. സൺ റൂഫ് മൂൺ റൂഫ് എന്നൊക്കെ പറയും. അപ്പം മൂണിലല്ലേ കാണുന്നത്, അപ്പം നമുക്ക് മൂൺ റൂഫ് ആക്കാം. ശരിക്കും ഇത് സ്കൈ റൂഫാണ്. ആ അത് പോട്ടെ. എന്തായാലും നല്ല അടിപൊളി കോഫി ആയിരുന്നു കേട്ടോ. നല്ലായിരുന്നു, നല്ല സൂപ്പർ കോഫി ആയിരുന്നു. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ നമ്മളെ. ഇടയ്ക്ക് വൈകിട്ടൊക്കെ ചുമ്മാ വന്നിരിക്കണോ. നല്ല ഒരു മറ്റേ ശാന്തമായിട്ടൊരു സ്ഥലം. ശാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫും നമ്മളും ഒരു കഫേ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ശാന്തത വെള്ളത്തും കിട്ടത്തില്ല. ഇനി കുറച്ച് അപ്പുറത്തേക്ക് ഇറങ്ങിയ വല്ല കങ്കാനിനെ കണ്ടാലേ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളതാ ഉദ്ദേശിച്ചേ. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും പാതിരാത്രിയിലൊക്കെ മറ്റേ കാപ്പി കുടിക്കാൻ പോകുമ്പോഴും മറ്റേ ആശം തിരക്കും ബഹളവും ഒന്നും ഇല്ലല്ലോ. അതെ, ഒരു ക്വയറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിയായിരിക്കുവാണെങ്കിൽ ലൈറ്റ് ആയിട്ടൊരു ഡിന്നർ കഴിച്ചിട്ട് വാങ്ങും കേട്ടോ. അവിടെ സാൻഡ്വിച്ചും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി അല്ലാതെ സ്നാക്ക് ഐറ്റംസ് കഴിക്കണമെങ്കിൽ അതുണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം തപ്പിപ്പോയപ്പോഴത്തേന് ആ മറ്റേ പള്ളിപ്പെരുന്നാൾ പോലത്തെ സ്ഥലം കണ്ടിട്ട് അവിടെ കയറിയായിരുന്നു മിസ്സായിപ്പോയാലും. അതെ അതെ, അത് പക്ഷേ ഈ സെയിം കഫേയാണ്. അവിടെ ഭയങ്കര ജനത്തിരക്കാണ്. വെട്ടോ, ഭയങ്കര വെട്ടവും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല.
പക്ഷെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയപ്പോഴേക്കും രീതി അങ്ങ് മാറി. മാറി. ആ അങ്ങനെ നമ്മള് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ജിമ്മ് താണ്ടിരിക്കും. ഇവിടുന്നാ ജിമ്മ് തുടങ്ങുന്നല്ലേ? ഈ ബിൽഡിങ്ങിന്റെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ജിമ്മാണ്. എന്ത് വലിയ ജിമ്മാന്ന് നോക്കി. അത്രയും ഉണ്ടല്ലേ? വെൽക്കം ഹോം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചെറിയൊരു കാപ്പുടിയൊക്കെ കഴിഞ്ഞല്ലേ റോളെ. നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വെറുതെ ഇറങ്ങിയാണ്. നമുക്ക് അടുത്ത ഒരു ട്രിപ്പ് വീഡിയോയും അല്ലെങ്കിൽ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയും വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ.